ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ദൈവത്തിന് സ്തോത്രം. ഒരു അനുഭവ സാക്ഷ്യത്തോടുകൂടിയാണ് ആ വിവരണം തുടങ്ങുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ അനുഭവ സാക്ഷ്യം പറയുകയാണ്. നിങ്ങളുടെ സഹോദരൻ, ആത്മീയമായി നിങ്ങളുടെ എല്ലാവരുടെയും സഹോദരനാണ് ഞാൻ. യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമാണ് ഞാൻ. അതൊരു സ്പെഷ്യൽ ക്വാളിഫിക്കേഷനാണ്. എന്താണത്? യേശുവിൻ്റെ കഷ്ടതയിൽ കൂട്ടാളിയാണ്, യേശുവിൻ്റെ രാജ്യത്തിൽ കൂട്ടാളിയാണ്, യേശുവിൻ്റെ സഹിഷ്ണുതയിൽ കൂട്ടാളിയാണ്. നോക്കൂ, ഒരു വലിയ പദവിയാണത്. യേശു ക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ ഞാൻ കൂട്ടാളിയാണ്. അനുഭവസാക്ഷ്യം പറയുകയാണ്, സ്വന്തം അനുഭവം പറയുകയാണ്. യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടതയിൽ ഞാനും കൂട്ടാളിയാണ്. എന്താണ് ക്രിസ്തീയ ജീവിതം? ക്രിസ്തീയ ജീവിതം പൂമെത്തയല്ല. ക്രിസ്തീയ ജീവിതം സുഖപ്രദമായ ഒരു കുസുമശയ്യല്ല. ക്രിസ്തീയ ജീവിതം വളരെ പരുവരുക്കനാണ്. ക്രിസ്തീയ ജീവിതം മുള്ളു നിറഞ്ഞതാണ്. മുള്ളു നിറഞ്ഞത്, ദുരിതം നിറഞ്ഞത്, യാതന നിറഞ്ഞത്, ആക്ഷേപവും പരിഹാസവും തിങ്ങുന്നത്, ഈ പുച്ഛവും പരിഹാസവും നിന്ദയുമായി നമ്മുടെ ഹൃദയം പിളർന്നു പോകത്തക്കുള്ളതായ കുത്തുവാക്കുകളും മുള്ളുവാക്കുകളും കേട്ട് ഒരുപക്ഷെ നാം വാടിപ്പോകാവുന്ന സാഹചര്യം വരരുത്. ആ സാഹചര്യം വരാവുന്നത് ഒട്ടുമില്ലാത്ത കാര്യങ്ങൾ നമ്മെക്കുറിച്ച് പറഞ്ഞ് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന വളരെ ഭയാനകമായ നിന്ദയുടെയും അപമാനത്തിൻ്റെയും വഴി. ക്രിസ്തീയ ജീവിതം ദുരിതം തന്നെയാണ്. ക്രിസ്തീയ ജീവിതം പൂമെത്തിയല്ല എന്ന് ഞാൻ വീണ്ടും പറയട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ ഒട്ടേറെ യാതനകളുണ്ട്, കഷ്ടതകളുണ്ട്. കാരണം ക്രിസ്തു കഷ്ടതയുടെ പ്രതീകമായിരുന്നു. ക്രിസ്തു യാതനയും കഷ്ടതയുമേറ്റ് ക്രൂശിൽ പെടഞ്ഞവനാണ്. ക്രൂശിലെ വേദന മാത്രമല്ല, എല്ലായിടത്തും അപമാനമല്ലേ ഉണ്ടായിരുന്നത്. എവിടെയും അവഗണനയും അപമാനവും. അവഗണന, അപമാനം, ഒറ്റപ്പെടുത്തൽ. യേശുക്രിസ്തു നന്മ മാത്രമേ ചെയ്തുള്ളൂ, നന്മ മാത്രം. എവിടെ വേദനയുണ്ടോ വേദന ശമിപ്പിച്ചിട്ടേ ഉള്ളൂ. എവിടെ ദുഃഖമുണ്ടോ ദുഃഖം മാറ്റിയിട്ടേ ഉള്ളൂ. എവിടെ രോഗമുണ്ടോ രോഗസൗഖ്യം കൊടുത്തിട്ടേ ഉള്ളൂ. എല്ലായ്പ്പോഴും യേശുക്രിസ്തു നന്മ മാത്രം ചെയ്തു. പക്ഷേ അന്നത്തെ മനുഷ്യ സമൂഹം യേശുക്രിസ്തുവിനെ ഒരു എതിരാളിയായി കണ്ടു. സഭയ്ക്ക് എതിരാളിയാണെന്ന് കണ്ടു, സമുദായത്തിന് എതിരാളിയാണെന്ന് കണ്ടു, യെരൂശലേം ദേവാലയത്തിന് എതിരാളിയാണെന്ന് കണ്ടു, യെരൂശലേം ദേവാലയത്തിൻ്റെ പാരമ്പര്യത്തിനെതിരാണെന്ന് കണ്ടു, യെരൂശലേം ദേവാലയത്തിലെ മഹാപുരോഹിതന്മാർക്കെതിരാണെന്ന് കണ്ടു. അതൊട്ടും സത്യമായിരുന്നില്ല താനും. യേശുക്രിസ്തു സാക്ഷാൽ ജീവനുള്ള ദൈവം, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എഴുന്നള്ളുന്ന കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവൻ ബലിയർപ്പിച്ചത് ഓരോ മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരമായിട്ടാണ്. അതിന് അവഗണന നേരിടണമായിരുന്നു. അവഗണന മാത്രമല്ല, അതിന് പരിഹാസം നേരിടണമായിരുന്നു, ശരീരത്തിൽ വേദന നേരിടണമായിരുന്നു, മനസ്സിൽ വേദന നേരിടണമായിരുന്നു. കർത്താവ് അതിദുഃഖത്തോടെ ഞരങ്ങി കരയുന്നത് നാം ചിലപ്പോൾ കാണാറുണ്ട്. പലപ്പോഴും അതിദുഃഖത്തോടെ കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഉള്ളം നൊന്തു വിങ്ങിയ അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഈ ജനമെന്നെ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് കർത്താവ് ദുഃഖിച്ചു. ഞാൻ എന്ത് നന്മ ചെയ്തിട്ട് വരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് കർത്താവ് ദുഃഖിച്ചു. കർത്താവ് 3.5 കൊല്ലമാണ് പരശുശ്രൂഷ ചെയ്തത്. ആ പരശുശ്രൂഷയുടെ നാളുകളെല്ലാം ദുഃഖത്തിൻ്റെ നാളുകളായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു സമാധാനം കണ്ടെത്തി പിതാവിനോടുള്ള സഹിത്വത്തിൽ, പിതാവിനോടുള്ളതായ സംസർഗത്തിൽ, പിതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിൽ കൂടെ മാത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാകും, നമ്മുടെ മക്കളിൽ നിന്നോ അല്ല മാതാപിതാക്കളിൽ നിന്നോ നമുക്ക് ദുരിതം ഏൽക്കേണ്ടി വരും.
നമുക്ക് താങ്ങാൻ വയ്യാത്ത ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായി എന്ന് വരും. നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരും. പലരും നമ്മെ ഒറ്റപ്പെടുത്തിയെന്ന് വരും, കുറ്റപ്പെടുത്തിയെന്ന് വരും. നമ്മെ കുത്തിമുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ളതായ വാക്കുകൾ, കഠോര വാക്കുകൾ അവർ ഉച്ചരിച്ചു എന്ന് വരും. നമ്മെ പരിഹസിച്ചു എന്ന് വരും. മാത്രമല്ല, ഇതിനെല്ലാറ്റിനും പുറമേ സഭയും സമൂഹവും നമ്മെ കൈവിട്ടു എന്നും വരാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശുക്രിസ്തു അതിനെയെല്ലാം നേരിട്ട് പിതാവിനോടുള്ളതായ സഖിത്വത്തിൻ്റെ ആ സന്തോഷം അനുഭവിച്ചുകൊണ്ടാണ് നമുക്കും പ്രയാസങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളുമുള്ള ഈ ലോക ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഖിത്വത്തിൽ ഇരുന്നു കൊണ്ട്, ക്രിസ്തുവിനുള്ളതായ സംസർഗത്തിൽ ഇരുന്നു കൊണ്ട് ഇതിനെയെല്ലാം നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും. ശരീരത്തിൽ വേദനയേൽക്കുന്ന സമയങ്ങളുണ്ട്, മനസ്സെന്നത് വിങ്ങുന്ന സമയങ്ങളുണ്ട്, ഹൃദയം തകർന്ന് പൊടിഞ്ഞ് വിഷമിക്കുന്ന സമയങ്ങളുണ്ട്, മുന്നോട്ടൊരു ഗതി കാണാതെ വിഷമിക്കുന്ന സമയങ്ങളുണ്ട്, എന്തു വേണ്ടു എന്നറിയാതെ വിഷമിച്ച് നിരാശയിൽ ആണ്ടുപോകുന്ന സമയങ്ങളുണ്ട്. അപ്പോഴെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കിട്ടിയാൽ മതി. സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കിട്ടുക, അതൊരു പദവിയാണ്, അതൊരു മഹാഭാഗ്യവുമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കിട്ടുക, എപ്പോഴും ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് കിട്ടുക. ആ ഉറപ്പ് കിട്ടും, നിങ്ങൾക്കെല്ലാവർക്കും കിട്ടും. ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, നമ്മുടെ ജീവിതത്തിൽ പാപം വരാതെ നോക്കിയാൽ മാത്രം മതി. പാപം ഉണ്ടെങ്കിൽ പിശാചുണ്ട്, പാപം ഉള്ളയിടത്ത് പിശാചുണ്ട്. പാപം ഉണ്ടെങ്കിൽ ഞെരുക്കങ്ങളും ദോഷങ്ങളും വരുന്നത് അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിവില്ലാതെ വരും. പാപം മാറിയാൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരും, അപ്പോൾ നമുക്ക് സമാധാനം കിട്ടും. പാപം മാറണം. പാപത്തിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നാം സന്തോഷമുള്ളവരായിത്തീരും. നമ്മുടെ ഹൃദയം എപ്പോഴും പ്രസന്നമായിരിക്കും. ഒരുപക്ഷേ നമ്മുടെ മുഖം വാടി കാണുമ്പോഴോ, അല്ല നമ്മുടെ ശരീരം മെലിഞ്ഞ് ക്ഷീണിക്കുമ്പോഴോ, ശരീരത്തിൽ രോഗം വരുമ്പോഴോ, അപ്പോഴെല്ലാം ഉള്ളം പ്രസന്നമായിരിക്കും, നമ്മുടെ ഹൃദയം സന്തോഷഭരിതമായിരിക്കും. കാരണം യേശുക്രിസ്തു നമ്മുടെ ഉള്ളത്തിലുണ്ട്. ക്രിസ്തു ഉള്ള മനുഷ്യനാണ് ഭാഗ്യവാൻ. യേശുക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നവനാണ് ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു ഉള്ളത്തിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം തന്നെ മാറുകയാണ്. നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ മനോഭാവം മാറും, നമ്മുടെ ചിന്താഗതികൾ മാറും. നമ്മുടെ സ്വഭാവത്തിലുള്ളതായ മാലിന്യങ്ങൾ മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റേണ്ടതായ പല കാര്യങ്ങളും, തിരുത്തേണ്ടതായ പല കാര്യങ്ങളും നാം അറിയാതെ തന്നെ നമ്മിൽ നിന്ന് മാറിപ്പോകും. ക്രിസ്തു വരുമ്പോൾ, പ്രകാശം വരുമ്പോൾ അവിടെ നിന്ന് ഇരുട്ട് അകലുന്നത് പോലെ യേശുക്രിസ്തു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ അന്ധകാരാംശങ്ങളും മാറിപ്പോകും. പാപത്തിൻ്റെ എല്ലാ തിന്മകളും നമ്മിൽ നിന്ന് വിട്ടുപോകും. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയിൽ കൂട്ടാളിയാകുക, ക്രിസ്തുവിൻ്റെ കഷ്ടതകളിൽ കൂട്ടാളിയാകുക. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ ഒരു ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നുവെന്ന്. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ പാരഗ്രാഫാണ്. നമുക്ക് വായിക്കാം. കൊലോസ് ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം വായിക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളതിൻ്റെ ജഡത്തിൽ ഞാൻ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ കഷ്ടതയ്ക്ക് വേണ്ടി മനുഷ്യൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. കഷ്ടതയ്ക്ക് വേണ്ടി മനുഷ്യൻ വേദനിക്കപ്പെട്ടിരിക്കുന്നു. കഷ്ടത ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കലും തളരരുത്, ഒരു കാരണവശാലും നാം തളരരുത്. ചിലർ നിരാശപ്പെട്ട് ആത്മഹത്യക്ക് നോക്കും. കടത്തിൻ്റെ ആധിക്യം മൂലം നിരാശപ്പെട്ട് ഞാൻ എങ്ങനെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കും, അങ്ങ് മരിക്കുകയല്ലേ നല്ലതെന്ന് തോന്നും. ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ തന്നെയുള്ളതായ ചില എതിർപ്പുകളോ പ്രശ്നങ്ങളോ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചില ഭിന്നതകളോ മൂലം ഞാനങ്ങ് മരിച്ചേക്കാം, ഞാനങ്ങ് വഴിമാറി കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയങ്ങളൊന്നും വരും. ഒരിക്കലും നേടം കൊടുക്കരുത്. നമ്മുടെ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകും. ആത്മഹത്യ പ്രവണതകൾ പൈശാചികമാണ്, സാത്താൻ ഉണ്ടാക്കുന്നതാണ്. ആത്മഹത്യയുടെ പിന്നിൽ വെറും നിരാശ മാത്രമല്ല, ആരോടോ ഉള്ള ചില വൈരാഗ്യങ്ങൾ തീർക്കലാണ്, ചില പകപോക്കലുകൾ. ആരോടോ ഉള്ള പകപോക്കാൻ ഉള്ള ഒരു വഴിയാണ് ഈ ആത്മഹത്യ. ഒരിക്കലും അതിന് ഇടം കൊടുക്കരുത്. അതിലെങ്കിൽ അസൂയയാകാം, അല്ലെങ്കിൽ കോപാവേശമാകാം, കോപഭ്രാന്ത് വന്നിട്ടാകാം.
ഏത് വിധത്തിലാണെങ്കിലും പിശാച് കയറി വരുന്നതുകൊണ്ടാണ് ആത്മഹത്യാ പ്രവണത വരുന്നത്. ജീവിതത്തിൽ നിരാശകരമായ സാഹചര്യം വരുമ്പോൾ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോവുകയും ചെയ്യരുത്. ആകെ നമുക്ക് നോക്കാം, യേശുക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിലേക്ക് നോക്കാം. പൗലോസ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ എഴുതി, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. എന്ത് മനോഹരമായിരിക്കുന്നു! നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു പോയിന്ന് വരാം, മടുത്തു പോയിന്ന് വരാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവൻ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളുവീൻ. യേശുക്രിസ്തുവിനെ ധ്യാനിച്ചാൽ മതി. ഏറ്റവും അധികം വിരോധം സഹിച്ചവനായ യേശു, നന്മയ്ക്ക് പകരം തിന്മ ലഭിച്ചിട്ടും ഒരു കൂസലുമില്ലാതെ, പരിഭവമില്ലാതെ, പരാതിയില്ലാതെ, പുഞ്ചിരിയോടെ അതിനെല്ലാം നേരിട്ട കർത്താവായ യേശുക്രിസ്തു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. എന്താണ് കാരണം? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. സ്തോത്രം! ക്രൂശിനെ സഹിച്ചു. സന്തോഷം, വലിയൊരു സന്തോഷം മുമ്പിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ നിന്ന് സഹിച്ചത്. വലിയൊരു സന്തോഷം. എന്താണ്? എന്നേക്കും നരകത്തിൻ്റെ ഭീകര ദണ്ഡനത്തിൽ ആണ്ടുപോകുമായിരുന്ന എത്രയോ പേരെയാണ് കർത്താവ് സ്വർഗത്തിലാക്കിയത്. എന്നേക്കും നരകത്തിൻ്റെ ഭീകരതയിലേക്ക് താണു പോയിക്കൊണ്ടിരുന്ന എത്രയോ പേരെ കർത്താവ് തടുത്തു നിർത്തി വഴിതിരിച്ച് സ്വർഗത്തിലേക്ക് തിരിച്ചു വിട്ടു. അങ്ങനെ അനേകം പേർക്ക് നിത്യജീവൻ്റെ മഹാസൗഭാഗ്യം ലഭിക്കുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ കൊണ്ട്, പ്രതീക്ഷ കൊണ്ട് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം മുതൽ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിലേക്ക് നാം നോക്കുക. നമുക്കും കഷ്ടങ്ങളുണ്ട്, നാം അത് സന്തോഷത്തോടെ അതിനെ അഭിമുഖീകരിക്കുക. നമുക്കും ഞെരുക്കങ്ങളുണ്ട്, സന്തോഷത്തോടെ അഭിമുഖീകരിക്കുക. നമ്മെക്കുറിച്ചും തെറ്റിദ്ധാരണകൾ പരക്കും, സന്തോഷത്തോടെ അഭിമുഖീകരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും അളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. എല്ലാ തിന്മയും ആളുകൾ പറഞ്ഞു വരും, എല്ലാ തിന്മയും. ഒരുപക്ഷേ ഇപ്പോൾ നമ്മെക്കുറിച്ച് എല്ലാ തിന്മയും പറയുന്നുണ്ടാവില്ല, എല്ലാ വൃത്തികേടും നമ്മെക്കുറിച്ച് പറയുന്നുണ്ടാവില്ല. എന്നാൽ നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയും. നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. ഒരു നിമിഷം പോലും സ്വസ്ഥതയില്ലാത്ത വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട്, മനസ്സ് വിങ്ങി വിഷമിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? മനസ്സിൻ്റെ സ്വസ്ഥത ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സമാധാനം ഇല്ലാതെ പോകുന്നു, എന്ത് ചെയ്യും? സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു, എന്ത് ചെയ്യും? കുടുംബത്തിൽ തന്നെ ചില ക്ലേശങ്ങൾ വരുന്നു, എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും? ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില അത്യാഹിതങ്ങളാണ് കുടുംബത്തിൽ വരുന്നത്, എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും? പ്രയാസങ്ങളും പ്രശ്നങ്ങളുമുള്ള ഈ ലോക ജീവിതത്തിൽ ആശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ആശ്വസിക്കാം. യേശുക്രിസ്തുവിനെ തിരുമാറിൽ ആശ്രയിക്കാം, ആ തിരുവിലാവിൽ ആശ്രയിക്കാം, ആ പുണ്യരക്തം ഒഴുകുന്ന തിരുമാറിലേക്ക് തല ചായ്ക്കാം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പാദപീഠം കെട്ടിപ്പിടിക്കാം, ആണിപ്പാടുള്ള പാദം ചുംബിച്ചുകൊണ്ട് യേശുവിനെ നമുക്ക് സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ നമുക്ക് വണങ്ങാം, യേശുവിനെ നമുക്ക് നമസ്കരിക്കാം, യേശുവിനെ നമുക്ക് വാഴ്ത്തി പാടാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, നീ എല്ലാ വേദനയും സഹിച്ചുവല്ലോ, നീ എല്ലാ തിന്മയും സഹിച്ചുവല്ലോ, നീ എല്ലാ ആക്ഷേപവും സഹിച്ചുവല്ലോ. ആരോടും പരാതിയില്ലാതെ, ഒന്നിനെക്കുറിച്ചും പ്രയാസമില്ലാതെ, ആരോടും ഒരു വിധത്തിലും ഒരു പ്രയാസം മനസ്സിൽ വയ്ക്കാതെ എല്ലാം നീ സഹിച്ചുവല്ലോ. കർത്താവേ, ഞാൻ ഇതാ എൻ്റെ ജീവിതത്തിലെ യാതനകളിലൂടെ എന്നെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, യേശുവിൻ്റെ കഷ്ടതയിൽ പങ്കാളിയാണ് ഞാൻ. തന്നെ പരിചയപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാണ്. പത്മോസ് ദ്വീപിൽ ഏകനായി ചെന്ന് പെട്ടിരിക്കുകയാണ്. ഏകനായി പത്മോസ് ദ്വീപിൽ ധാരാളം പാറക്കെട്ടുകളുള്ള ആ പത്മോസ് ദ്വീപിൽ അവിടെ ഏകാഗിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ ഏകാഗിയായി കഴിയുന്ന സമയത്ത് അപ്പോസ്തലൻ്റെ ഉള്ളിൽ
തിക്കി തിരക്കി വരുന്നതായി ചിന്തകൾ, ഓരോന്നോരോന്നായി ചിന്തകൾ ഇങ്ങനെ തിരക്കി വരുന്നു. ഓരോ ചിന്തകൾ അപ്പോസ്തലൻ പറയുകയാണ്, യേശുവിൻ്റെ കഷ്ടതയിൽ ഞാൻ പങ്കാളിയാണ്, ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പങ്കാളിയാണ്. സ്തോത്രം. കഷ്ടതയിൽ പങ്കാളിയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പങ്കാളിയാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ ഞാൻ പങ്കാളിയാണോ? ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പങ്കാളിയാകാം. മനസ്സ് പൊള്ളിപ്പോകുന്ന, ഉരുകിപ്പോകുന്ന ചില യാതനകളേറ്റ് മനസ്സ് വാടുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർത്തുകൊള്ളണം, എൻ്റെ കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം ഞാൻ പുഞ്ചിരിയോടെ സഹിക്കുന്നു. നാഥ, ഞാനിതെല്ലാം ഏറ്റുവാങ്ങുന്നു. എൻ്റെ കർത്താവേ, നല്ലൊരു നാൾ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നത് മൂലം എൻ്റെ മക്കൾക്ക്, എൻ്റെ മക്കളുടെ മക്കൾക്ക് തലമുറയായ അനുഗ്രഹം ഞാൻ കർത്താവേ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. മക്കൾക്കും അത് സമ്പാദിക്കാൻ സാധിക്കുന്നു. കർത്താവേ, ഞാനൊരു ഭാഗ്യശാലിയായല്ലോ. എന്നെ നീ തിരഞ്ഞെടുത്തല്ലോ, എന്നെ നീ എൻ്റെ മകനാക്കി തീർത്തല്ലോ, എൻ്റെ മേൽ നിൻ്റെ നാമം നീ നിക്ഷേപിച്ചല്ലോ, നിൻ്റെ പേരെൻ്റെ മേൽ എഴുതിയല്ലോ. യേശുവേ, നിൻ്റെ ആണിപ്പാടുള്ള കരൻ്റെ തലമേൽ വെച്ചല്ലോ, എന്നെ നിൻ്റെ കൈകളുണ്ട് നീ തൊട്ട് അനുഗ്രഹിച്ചല്ലോ, തിരക്തത്താൽ നീ കഴുകിയല്ലോ. എൻ്റെ യേശുവേ, ഇതിൽ പരം ഭാഗ്യം മറ്റെന്തുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെയുള്ള കഷ്ടതകളെല്ലാം താൽക്കാലികമാണ്. ഇവിടെയുള്ള സന്തോഷങ്ങൾ താൽക്കാലികമാണ്. ഇവിടെയുള്ള ദുഃഖങ്ങളും താൽക്കാലികമാണ്. എത്രത്തോളം ഓടി വന്നാൽ ആ മരണത്തിൻ്റെ അന്തിമ വിനാഴ് വരെയും, മരണത്തിൻ്റെ അവസാന നിമിഷം വരെയും തീർന്നു. അതോടുകൂടി എല്ലാം തീർന്നു. ദൈവത്തിന് സ്തോത്രം. നിത്യതയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം ഈ ഭൂമിയിൽ ക്രിസ്തു ഉള്ളവരാണെങ്കിൽ സന്തോഷത്തിന് പ്രതീസായിരുന്ന ദൈവത്തെ സ്തുതിക്കും. വിശുദ്ധന്മാരുടെ നിരയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കും. സമാധാനത്തിൻ്റെ ദേശത്ത് നിന്ന് ദൈവത്തെ സ്തുതിക്കും. കനാൻ നാട്ടിലെത്തി നാം ദൈവത്തെ സ്തുതിക്കും. സ്വർഗീയ കനാനിലെത്തി ദൈവത്തെ സ്തുതിക്കും. സ്വർഗീയ സിയോനിലെത്തി നാം ദൈവത്തെ സ്തുതിക്കും. സ്വർഗീയ യെരൂശലേമിലെത്തി നാം ദൈവത്തെ സ്തുതിക്കും. നവ യെരൂശലേം പാർപ്പിടത്തിലെത്തി നാം ദൈവത്തെ സ്തുതിക്കും. അനുഗ്രഹീതമായൊരു ഭാവി നമുക്ക് വെച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഓർമ്മ നോക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, റോമർ 8-ാം അധ്യായം, നമ്മിൽ ഉൾപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വലിയൊരു തേജസ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ എളിമയോടെ നിങ്ങളോട് യാചിക്കട്ടെ, അപേക്ഷിക്കട്ടെ. നിങ്ങൾ ഇന്ന് ഒരു വ്യക്തമായൊരു കാര്യം കണ്ടെത്തണം. കർത്താവേ, എൻ്റെ ആത്മാവ് യേശുവിൻ്റെ തിരക്തത്താൽ കഴുകപ്പെട്ട ഏറ്റവും അനുഗ്രഹീതമായൊരു അനുഭവത്തിലേക്കായി തീരണം. എൻ്റെ കർത്താവേ, എനിക്ക് യേശുവിൻ്റെ രാജ്യത്തിൻ്റെ അവകാശം എനിക്ക് വേണം. രാജ്യത്തിൻ്റെ പങ്കാളിയാകണം. കഷ്ടതയുടെ പങ്കാളിയാകാൻ ഞാൻ മനസ്സാണ്. രാജ്യത്തിൻ്റെ പങ്കാളിയാകണമെന്ന് രാജ്യത്തിൻ്റെ പങ്കാളിയാകാൻ കർത്താവേ, നീ എനിക്കൊരു ഭാഗ്യം തരണം. അതിനായി എൻ്റെ പാവങ്ങളെല്ലാം നീ ക്ഷമിച്ചു തരണം. എല്ലാ പാവവും മാറ്റി എന്നെ നീ വിശുദ്ധീകരിക്കണം. ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ എല്ലാ പാപവും എൻ്റെ യേശുവേ നിൻ്റെ തിരക്തത്താൽ ഇപ്പോൾ കഴുകിത്തരണം. കർത്താവേ, എനിക്കൊരു പാവമോചനം തരണം, പാവക്ഷമ തരണം. കർത്താവേ, എൻ്റെ ജീവിതം തകർത്തത് ഞാൻ തന്നെയാണ്. എൻ്റെ കർത്താവേ, പാപത്തിലേക്ക് എന്നെ തന്നെ നയിച്ചത് ഞാൻ തന്നെയാണ്. എൻ്റെ കരുണയുള്ള കർത്താവേ, പാപത്തിൻ്റെ ചങ്ങല കൊണ്ട് പിശാചിനെ പൂട്ടിയിടുവാൻ ഇടവരുത്തിയത് ഞാൻ തന്നെയാണ്. കർത്താവേ, സാത്താനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നാഥ, നീ എന്നോട് മനസ്സലിഞ്ഞ് പിശാചിൻ്റെ തടവറയിൽ നിന്ന് എനിക്ക് മോചനം തരണമേ. സാത്താൻ്റെ ജയിൽ പുള്ളിയായി കഴിയുന്ന എന്നെ നീ മോചിപ്പിക്കണമേ. എൻ്റെ മേലുള്ള ബന്ധനങ്ങളെല്ലാം അറുത്ത് കളയണമേ. എൻ്റെ മേലുള്ള ബന്ധനങ്ങളെല്ലാം മാറ്റിക്കളയണമേ. എൻ്റെ മേലുള്ള ബാധകളെല്ലാം നീക്കിക്കളയണമേ. പൈശാചിക ബാധകൾ, പൈശാചിക ബന്ധനങ്ങൾ എൻ്റെ മേലുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ എനിക്ക് പെട്ടെന്ന് കോപം വരുന്നത്. അതുകൊണ്ടല്ലേ എനിക്ക് വലുത്ത് വാശി വരുന്നത്. അതുകൊണ്ടല്ലേ എനിക്ക് വൈരാഗ്യം വരുന്നത്. അതുകൊണ്ടല്ലേ എനിക്ക് ഇഷ്ടപ്പെടാതെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴേക്കും പെട്ടെന്ന് ചുണ്ടി കയറുന്നത്. കർത്താവേ, അതിന് കാരണം എൻ്റെ ഹൃദയത്തിൽ പൈശാചികൻ വാഴുന്നതെന്നുള്ളതാണ്. ചങ്ങലയിൽ പിശാചിനെ പൂട്ടിയിട്ടിരിക്കുന്നുള്ളതാണ്. എൻ്റെ കർത്താവേ, അശുദ്ധിയുടെ പിന്നാലെ എൻ്റെ മനസ്സ് പായുന്നു. അശുദ്ധ വികാരങ്ങളുടെ ഹൃദയത്തിൽ ഉദിച്ചു വരുന്നു. എൻ്റെ ദൈവമേ, വേണ്ട വേണ്ട എന്ന് ഞാൻ വിചാരിച്ചിട്ടും അശുദ്ധമായ വികാരങ്ങൾ, മ്ലേച്ഛമായ മോഹങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും പൊങ്ങി വരുന്നു. കർത്താവേ, അതിന് കാരണം പിശാച് എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. അശുദ്ധിയുടെ ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ആഗ്രഹിച്ചാൽ മതി. കർത്താവേ, എൻ്റെ മേലുള്ള ബന്ധനങ്ങളെല്ലാം അഴിച്ചു തരണമേ. എൻ്റെ മേലുള്ള പൈശാചികൻ്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ചു തരണമേ. എൻ്റെ കർത്താവേ, ബന്ധനങ്ങൾ അഴിഞ്ഞ് സ്വതന്ത്രനായി നിന്നെ സ്തുതിപ്പാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ. ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം തരണമേ. ആ അകത്ത് ആ സ്വാതന്ത്ര്യം കിട്ടുന്ന സൗഭാഗ്യം എനിക്ക് തരണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നോ, പാവം ഒഴിച്ചു കിട്ടി, സമാധാനം കിട്ടി, എന്തൊരു വലിയ ആശ്വാസമാണെന്നോ. ദൈവത്തിന് സ്തോത്രം. അത് വർണ്ണിക്കാൻ വയ്യ. മനുഷ്യൻ്റെ നാവ് കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നതല്ല. സന്തോഷം അണമുറിയാതെ ഒഴുകാൻ തുടങ്ങും. സന്തോഷം നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരാൻ തുടങ്ങും. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് സമാധാനം ലഭിക്കും.
ലഭിക്കും, മറ്റുള്ളവർക്കും ഈ ആശ്വാസം ലഭിക്കും. നമ്മുടെ ഹൃദയത്തിൽ യേശു വാഴുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു വാഴുന്നു. എന്തൊരു ഭാഗ്യം പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശു ക്രിസ്തു ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഉള്ളത്തിൽ വാഴുന്നു. ഈ വെറും കൃമിയായി മനുഷ്യൻ്റെ ഉള്ളത്തിലേക്ക്, ഈ വെറും പൊടിയായി മനുഷ്യൻ്റെ ഉള്ളത്തിലേക്ക് അത്യുന്നതനായ ക്രിസ്തു എഴുന്നള്ളി വരുന്നു. ദൈവത്തിന് സ്തോത്രം. നിത്യരാജാധിരാജനായ ക്രിസ്തു ഈ പാവിയായ മനുഷ്യൻ്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരുന്നു. പാവം ചെയ്യാൻ മാത്രം ശീലിച്ചിട്ടുള്ള ഈ ദുഷ്ടമനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തു എഴുന്നള്ളി വരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആശ്ചര്യത്തോടെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. കർത്താവേ, ഇത് എന്തൊരു അത്ഭുതമാണിത്. ഈ മഹാഭാവിയായ എൻ്റെ ഉള്ളത്തിലേക്ക് നീ വരാൻ നീ പ്രസാദിക്കുന്നല്ലോ. ഇത് എന്തൊരു മഹാഭാഗ്യമാണ് കർത്താവേ. എനിക്ക് മനസ്സിലാകുന്നില്ല, എൻ്റെ ബുദ്ധിക്ക് അതീതമാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് നീ ഇപ്പോൾ എഴുന്നള്ളി വരണമേ ഞാൻ യാചിക്കുന്നു കർത്താവേ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. കർത്താവേ, എനിക്ക് പാപമോചനം തരണമേ, എനിക്ക് പാപക്ഷമ തരണമേ. പൈശാചികൻ എന്നെ പന്താടിക്കൊണ്ടിരിക്കുന്നല്ലോ, പിശാചിൻ്റെ പാവ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, പിശാച് അവൻ്റെ ഇഷ്ടത്തിന് തട്ടിക്കൊണ്ടിരിക്കുന്നല്ലോ. എൻ്റെ കർത്താവേ, സാത്താൻ്റെ ചൊൽപ്പടിക്കാൻ നിർത്തിയിരിക്കുന്നല്ലോ. ദൈവമേ, എനിക്ക് പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഒരു മോചനം തരണമേ. സാത്താൻ്റെ അശുദ്ധിയിൽ നിന്ന് എനിക്കൊരു മോചനം തരണമേ. സാത്താൻ്റെ കോപാവേശത്തിൽ നിന്ന് എനിക്കൊരു മോചനം തരണമേ. സാത്താൻ്റെ വൈരാഗ്യത്തിൽ നിന്ന് എനിക്കൊരു മോചനം തരണമേ. യേശുവേ, എന്നെ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവനാക്കി മാറ്റണമേ. യേശു ക്രിസ്തുവിനെ വിശുദ്ധിയുള്ളവനാക്കി തീർക്കണമേ. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നീ പ്രാർത്ഥന പൊങ്ങുമ്പോൾ കർത്താവായ യേശുവിൻ്റെ അരുമകരം നിങ്ങളുടെ തലമേൽ ഒന്ന് വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ തലമേൽ വയ്ക്കും. ആ കരത്തിൽ നിന്ന് ആ തിരക്തം തുള്ളി തുള്ളിയായി നിങ്ങളുടെ തലമേൽ പകരും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല പാപവും പോക്കുന്ന രക്തം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ മതിമറന്ന് ദൈവത്തെ സ്തുതിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ പറയും, വേണ്ട, എനിക്ക് തനി അനുഭവം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് തനിയെ ഈ സ്വർഗീയമായ അനുഭവത്തിന് സൗഭാഗ്യം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഭാഗ്യവാനാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് നിങ്ങളുടെ നാവിൽ നിന്ന് സ്തോത്രം ഉയരുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ നാവിൽ നിന്ന് സാക്ഷ്യം ഉയരുന്നത്. അപ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് നിർത്താൻ വയ്യാത്ത വിധത്തിൽ നിങ്ങൾ സ്തുതിക്കുകയും കർത്താവിൻ്റെ വേലയിലേക്ക് അനേകരെ ആകർഷിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ ഓടി നടക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്രമമില്ലാതെ ഓടും. നിങ്ങൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങും. ആക്ഷേപം കേട്ടാലെന്ത്, പരിഹാസം ഏറ്റാലെന്ത്, ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ് എന്നുള്ള അഭിമാനത്തോടെ നിങ്ങൾ മുന്നോട്ട് കുതിച്ചു കയറും. ദൈവത്തിന് സ്തോത്രം. അതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്തായ സൗഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. കഷ്ടങ്ങളിൽ കൂട്ടാളി മാത്രമല്ല, രാജ്യത്തിന് കൂട്ടാളി മാത്രമല്ല, സഹിഷ്ണുതയിലും കൂട്ടാളി. എന്താണത്? സഹിഷ്ണുതയിലും കൂട്ടാളി. ദൈവത്തിന് സ്തോത്രം. സഹിഷ്ണുത എന്ന് പറയുന്നത് ടോളറൻസ്. എന്താണത്? നമുക്ക് വരുന്നതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം, അതെല്ലാം ഒരു പ്രയാസം കൂടാതെ തന്നെ നേരിടാൻ നമുക്ക് സാധിക്കുക. സഹിഷ്ണുതയിൽ കൂട്ടാളി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് പ്രയാസങ്ങൾ വരുമ്പോൾ അസഹിഷ്ണുത വരും. സ്വാഭാവികമാണ്, മനുഷ്യന് സ്വാഭാവികമാണ്. അസഹിഷ്ണുത വരും. കർത്താവേ, എന്താ എത്രത്തോളമായി, എന്ന് തുടങ്ങിയതായി ഈ ദുരിതം, ഇതൊന്നും മാറില്ലേ കർത്താവേ? എൻ്റെ ജീവിതത്തിൽ എന്നാ എനിക്കൊരു വിശ്രമം ഉണ്ടായിട്ടുള്ളത്? കർത്താവേ, എനിക്കൊരു വിശ്രമമില്ലേ? എന്നാ എനിക്ക് സമാധാനം ഉണ്ടായിട്ടുള്ളത്? എനിക്ക് സമാധാനം ഇല്ലേ? കർത്താവേ, എൻ്റെ വഴിയെല്ലാം അടഞ്ഞു പോയല്ലോ, എനിക്ക് വഴി തുറന്നു തരില്ലേ? ഒരു പുതുവഴി തുറന്നു തരില്ലേ? നമുക്ക് അസഹിഷ്ണുത വരും, സ്വാഭാവികമാണ്. പക്ഷേ അസഹിഷ്ണുത വരരുത്. സഹിഷ്ണുതയോടെ, ഒട്ടും പതറാതെ, ഒട്ടും തളരാതെ, ഒട്ടും വാടാതെ, ദൈവത്തിന് സ്തോത്രം, മുഖം മ്ലാനമാകാതെ, അകം വാടാതെ, ദൈവത്തിന് സ്തോത്രം, അവയെ നാം പുഞ്ചിരിയോടെ നേരിടുന്നു. അവയെ ഞാൻ സൗമ്യമായി നേരിടുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അപ്പോസ്തലനായ യോഹന്നാനത് പറയുമ്പോൾ അഭിമാനത്തോടെ തന്നെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന് ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷി നിമിത്തവും പത്മോസ് ദ്വീപിലായിരുന്നു. ഞാൻ ഈ ദ്വീപിലായത് ഞാൻ തെറ്റ് ചെയ്തിട്ടല്ല. ഞാൻ ദൈവവചനം പറഞ്ഞുകൊണ്ടാണ് ഈ കഷ്ടത ഏൽക്കേണ്ടി വന്നത്. ഈ പത്മോസ് ദ്വീപിലേക്ക് എന്നെ നാട് കടത്താൻ കാരണം ഞാനൊരു പാപം ചെയ്തിട്ടല്ല, ഒരു പാപവും ചെയ്തിട്ടല്ല. ഈ പത്മോസ് ദ്വീപിലേക്ക് എന്നെ നാട് കടത്തി. ദൈവത്തിന് സ്തോത്രം. വചനനിമിത്തമാണ് ഞാൻ ഈ കഷ്ടതയിലായത്. വചനനിമിത്തമാണ് ഞാൻ ഈ പത്മോസിലായത്. വചനനിമിത്തവും മാത്രമല്ല, യേശുവിൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞു. യേശുവിൻ്റെ സാക്ഷ്യം. ഞാൻ ക്രിസ്തുവിന് സാക്ഷിയായിരുന്നു. എനിക്ക് യേശുവിനെ സാക്ഷിക്കാതിരിക്കാൻ വയ്യ. എൻ്റെ യേശുവിനെ എനിക്ക് ഉയർത്താതിരിക്കാൻ വയ്യ. എൻ്റെ യേശുവിനെ എനിക്ക് അനുഭവം വിളിച്ചു പറയാതിരിക്കാൻ വയ്യ. യേശു തന്ന അനുഭവങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ വയ്യ. യേശു എനിക്ക് ചില സമാധാനത്തിൻ്റെ വഴികൾ തുറന്നു തന്നു, അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് അസാധ്യമായ ചില കാര്യങ്ങൾ സാധിപ്പിച്ചു തന്നു.
എൻ്റെ ഈ കോപം മാറില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. യേശു അത് മാറ്റി തന്നു. എൻ്റെ ഈ അശുദ്ധ വികാരങ്ങൾ മാറില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. യേശു മാറ്റി തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മാറുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ദുസ്വഭാവങ്ങൾ പലതും മാറ്റി തന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കരമാണ് പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് യേശുവിനെ നാം സാക്ഷിക്കുകയാണ്. യേശുവിനെ സാക്ഷിയായി, യേശുവിൻ്റെ സാക്ഷി, യേശുവിൻ്റെ വചനം നിമിത്തവും യേശുവിൻ്റെ സാക്ഷി നിമിത്തവും ഞാൻ ഈ പത്മോസിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന് പ്രാഗൽഭ്യമുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ, നിങ്ങൾക്കും വേണം പ്രാഗൽഭ്യം. യേശു ക്രിസ്തുവിൻ്റെ വചന നിമിത്തം, യേശു ക്രിസ്തു സാക്ഷി നിമിത്തം ചില കഷ്ടതകൾ വന്നാലും സാരമില്ല. അതുകൊണ്ട് ചില പ്രയാസങ്ങൾ വന്നാലും സാരമില്ല. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക, സന്തോഷത്തോടെ സ്തുതിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജീവിതം കർത്താവിന് കൊടുത്തു. അഥവാ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു. ദൈവത്തിന് സ്തോത്രം. ആ കാലങ്ങളിലൊന്നും ഞാൻ പ്രസംഗിക്കുന്നതിനെക്കുറിച്ചോ സാക്ഷി പറയുന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് ചിന്തയില്ല. എന്നൊക്കെ വചനം കേൾക്കാനുള്ള ഓട്ടമായിരുന്നു, വചനം പറയുന്നതിൻ്റെ പിന്നാലെയുള്ള ഓട്ടമായിരുന്നു. പക്ഷേ പിന്നീട് ദൈവത്തിന് സ്തോത്രം, എനിക്ക് നിർത്താൻ വയ്യാത്ത ദാഹമായി. വചനം പറയണം. ഓടി നടന്ന് വചനം പറയണം. സഭാഭേദം കൂടാതെ വചനം പറയണം. സമുദായ വ്യത്യാസം കൂടാതെ വചനം പറയണം. എനിക്ക് ഭാഗ്യവശാൽ സഭാഭേദം തോന്നിയിട്ടില്ല. ഭാഗ്യവശാൽ സമുദായ വ്യത്യാസം തോന്നിയിട്ടില്ല. ഏവരോടും യേശുവിൻ്റെ സുവിശേഷം പറയണം. ഇന്നുവരെയും കർത്താവ് നിർത്തി. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളുടെ അപേക്ഷയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് യേശുവിൻ്റെ സാക്ഷികളാകാൻ നിങ്ങൾ ഒരുങ്ങുക. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ പതറാതിരിക്കുക. നിങ്ങളുടെ ദുരിതങ്ങളിൽ നിങ്ങൾ വാടാതിരിക്കുക. നിങ്ങൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുക. സൗമ്യതയോടെ സന്തോഷത്തോടെ അവയെല്ലാം നേരിടുക. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ഒരു നാളെത്തുമ്പോൾ നാം സ്തുതിക്കും, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കും. യേശുക്രിസ്തുവിൻ സന്നിധിയിലേക്ക് നാം പറന്നെത്തുമ്പോൾ അന്ന് നാം ദൈവത്തെ സ്തുതിക്കും. മേൽപ്പെട്ടവരെങ്കിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്ന പോലെ നാം അവിടെ ദൈവത്തെ സ്തുതിക്കും. നമുക്കൊരുമിച്ച് അന്ന് സമ്മേളിക്കണം. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് വ്യക്തമായ തീരുമാനമെടുത്ത അനേകരുണ്ടല്ലോ കർത്താവേ. ഓരോരുത്തരുടെയും തലവേൽ തൃക്കരം വയ്ക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ കർത്താവേ. നന്മകളാൽ നിറയ്ക്കണേ. അവിടുത്തെ രണ്ടാമത്തോടു വേണ്ടി ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ.